ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം എന്നുള്ള നിലയിലാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാകില്ല. ഏതായാലും ഒരു കാര്യം ഈ സന്ദർഭത്തിൽ വളരെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് കേരള കോൺഗ്രസ് UDF വിട്ടു പോയതിനു ശേഷം CPM സെക്രട്ടറി എൻ്റെ ബഹുമാന്യ സുഹൃത്ത് കോടിയേരി ബാലകൃഷ്ണൻ പ്രശ്നാധിഷ്ഠിതമായി അവരുടെ സഹകരണം തേടുകയും അവരെ സഹകരിപ്പിക്കുന്നതിൽ അപാകതയില്ല എന്ന് പരസ്യമായി തന്നെ പറയുകയും കേരള കോൺഗ്രസ് അത് നിരാകരിക്കുകയും ചെയ്ത പശ്ചാത്തലം ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധ ആകർഷിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ അത് ചില സംശയങ്ങൾക്ക് ഇട കൊടുക്കുന്നുണ്ട്. കോടിയേരിയുടെ ക്ഷണം നിരാകരിച്ച കേരള കോൺഗ്രസിൻ്റെ നിലപാട്, അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവ വികാസം, അതിന് നേരത്തെ തന്നെ ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥൻ തിരിച്ചും മറിച്ചുമൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഉദ്ഭവിക്കുന്നുണ്ട്. ഏതായാലും നിയമം അതിൻ്റേതായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും. അല്ലെ നമുക്ക് ഇത് അതിൻ്റെ ഔചിത്യ മര്യാദകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടും. ഒരു കീഴുദ്യോഗസ്ഥൻ ഒരു മേലുദ്യോഗസ്ഥനെ കുറിച്ച് പരസ്യമായി ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുക, ഈ കേരളത്തെ പോലെ സംസ്ഥാനത്തൊക്കെ ചർച്ച ചെയ്യപ്പെടുക, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെ. ഈ കാര്യത്തിൽ നിയമം അതിൻ്റേതായ വഴിക്ക് പോകുകയും ആർക്കെങ്കിലും ക്ലീൻ ചിറ്റ് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നത് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിലുള്ള സംഗതികളെ വിലയിരുത്താനുള്ള ബാധ്യത ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ തന്നെ തിരിച്ചും മറിച്ചും പറയും.